ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പങ്കളം വനഗ്രാമത്തിലേക്ക് പോയ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. വയനാട് പങ്കളം വനഗ്രാമത്തെക്കുറിച്ചൊക്കെ വാർത്തയിലൊക്കെ എല്ലാവരും കേട്ടിട്ടും അറിഞ്ഞിട്ടുമൊക്കെ ഉണ്ടാവും. അവിടെ കുടിയൊഴിപ്പിക്കൽ നടന്ന സ്ഥലമാണ് കേട്ടോ. സ്വയം സന്നദ്ധ പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കുടിയൊഴിപ്പിക്കൽ നടന്നേക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല സങ്കടമാവും. നല്ല നല്ല വീടുകളും പശുത്തൊഴുത്തും കിണറും കോഴിക്കോടും എല്ലാം ആയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമമാണ് പങ്കളവേ. പിന്നെ ആദ്യം കുറേ പേര് മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുടുംബങ്ങളൊക്കെ അവിടെ കുറേ കാലം കൂടെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് അവിടുന്ന് എല്ലാ ആളുകളും മാറി താമസിച്ചു. ഇപ്പം ഇവിടം ശരിക്കും ഒരു കൊടും വനം തന്നെയാണ്. കരടിയും കടുവയും പുലിയും ആനയും എല്ലാം ഉണ്ട് ഇവിടെ. വന്യമൃഗശല്യം രൂക്ഷമായതുകൊണ്ടാണ് ഇവിടുന്ന് ആൾക്കാരെയൊക്കെ മാറ്റി താമസിപ്പിച്ചത്. പങ്കളം പോലെ തന്നെ വേറൊരു ഗ്രാമം ഉണ്ടായിരുന്നു, അമ്മവയൽ കോളൂര് ഗ്രാമം. അതും ഇതുപോലെ കാടിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്രാമമായിരുന്നു. ഇതുപോലെ തന്നെ കുടിയൊഴിപ്പിക്കൽ നടന്ന സ്ഥലമാട്ടോ. അവിടെ നമുക്ക് ആദ്യമൊക്കെ കാണാൻ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതും കാലക്രമേണ ഇങ്ങനെ ആവുമായിരിക്കും. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെയിലാണ്. സമയം 4 മണിയൊക്കെ കഴിഞ്ഞു. എന്നാലും വെയിലൊന്നും പോയിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. ഞാറൊക്കെ നട്ടിട്ടുണ്ട്. അവിടെ ആ ചേട്ടൻ വളമിടുന്നുണ്ട് ആ ചേട്ടൻ. കുറേ കൊക്ക് പറക്കുന്നുണ്ട്. നടക്ക് വെയിലില്ലായിരുന്നെങ്കിൽ ഒന്നുകൂടെ കാണാൻ ഭംഗിയായനല്ലേ. നല്ല പച്ചപ്പ്, നല്ല മണമില്ലേ കാറ്റടിക്കുമ്പോൾ. ചിലർക്ക് ഈ മണം ഇഷ്ടപ്പെടത്തില്ല, എനിക്കിഷ്ടമാണ് കണ്ടത്തിൽ ഈ മണം. ഇത് പൊടിഞ്ഞാറല്ലേ ഏട്ടേ? ഇത് പൊടിഞ്ഞാറ്. ഇത് പറിച്ച് നടുവില്ലല്ലോ, വിതച്ചതല്ലേ ഉള്ളൂ. ഇതിപ്പോൾ പുഞ്ചകൃഷിയല്ലേ, പണിക്കാരെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന. കാരണം വെച്ചാൽ ഇതിപ്പോൾ വിതച്ച് കഴിഞ്ഞ് ഇത് അടുത്ത് വായിച്ചിട്ടില്ലല്ലോ, കുറച്ച് വിട്ടുവിട്ടായി ഇട്ടിട്ടുള്ള. ഞാറ് വിതയ്ക്കുമ്പോൾ നമ്മൾ അടുത്തടുത്ത് വായിച്ചു ഞാറ് പറിച്ച് നടും. പക്ഷെ ഇതിന് ശേഷം വിളവ് കുറയും, പക്ഷെ പണി എളുപ്പമാണ്. നടക്ക് നമ്മൾ ആ പാലത്തേക്കാണോ പോകുന്നത്? പാലത്തേ കൂടെ അങ്ങോട്ട് പോകാനല്ലേ? നല്ല വെയിലാണ്. ക്ലിയർ ഉണ്ടോ എന്തോ. കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ. ചേട്ടായുടെ നാട്ടിലാണ് ഉള്ളത്, നെന്മേനിക്കുന്ന്. ചേട്ടായി ജനിച്ച് കളിച്ച് വളർന്ന നാട്. അവരൊക്കെ കയറിപ്പോയി, ഞാനും കൂടെ പോട്ടെ. ആ റോഡിൽ നിന്ന് നമ്മളിപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നതും. പണ്ട് ഈ പാലം ഉണ്ടായിരുന്നോ? പണ്ട് ഇതിലെങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? പാലത്തടി ഉണ്ടായിരുന്നു. അതിലെ കുറേ കയറി ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഓർമ്മകൾ, ഓർമ്മയൊക്കെ അയവിറക്കി കാറ്റോട് കൊണ്ട് നിൽക്കുക. വർഷക്കാലം ആകുമ്പോഴേ ഈ പാലത്തിന് മുകളിൽ കൂടി വെള്ളം വെക്കും. അതിന് ഏകദേശം ആ റോഡിന്റെ ലെവലിൽ വെള്ളം വരും. അതുകൊണ്ട് ഇച്ചിരി പൊക്കിപ്പാണ് തോന്നുന്നു പാലം.
ഇവിടെ പറമ്പല്ലേ? പശുക്കൾ. കുറേ മാവുണ്ടല്ലേ ഇവിടെ? പൂത്ത് നിൽപ്പുണ്ട്. മാവ് കണ്ടോ? മാവേൽ പൂവൊക്കെ ആയിട്ടുണ്ട്. മാങ്ങയൊന്നും കാണുന്നില്ല. കാണുന്നുണ്ടോടി മാങ്ങ? എൻ്റെ കണ്ണു പിടിക്കാത്തതാണ്. ആ, കുഞ്ഞു കുഞ്ഞായിട്ടായി തുടങ്ങിയില്ലേ? ഓടണ്ട, പതുക്കെ പോയാൽ മതി. ഇതാരീ കാട്ടിക്കൊണ്ട് ബോഗൺവില്ല വെച്ച് പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടത്തിൽ തീയൊക്കെ ഇട്ടിട്ട് കണ്ടം ഒരുക്കി വെച്ചേക്കുന്നത്. ഇവിടെ മോട്ടോർ വരെയുണ്ട്. കണ്ടത്തിലേക്ക് വെള്ളം അടിക്കുന്നുണ്ട് ഇപ്പോൾ. വെള്ളം എന്നായിട്ടേ ഇവിടെ നേരത്തെ കാല് വെച്ചിട്ട് ഞാറ് വളർന്നിട്ടുണ്ടല്ലേ? ആ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലം ഏതാ? ആ നീല ഷീറ്റ് കാണുന്നില്ലേ? അത് മാതമംഗലം. മാതമംഗലമാ? അവിടെ കുറേ വീടുകളില്ലേ? ഇവിടെയും കുറേ വീടുകളുണ്ട്. ഒരേപോലത്തെ വീടല്ലേ? കോളനിയാ? വെയിലിൽ ഇച്ചിരിയുടെ പോവായിരുന്നു, നല്ലതായിരുന്നു. അയ്യോ, നടന്നാലും എത്തൂലല്ലേ അന്ന്? പോകാൻ വേണ്ടി നേരം വെളുത്തപ്പോൾ മുതൽ ഒരുങ്ങാൻ തുടങ്ങിയതാ. ഇപ്പോഴേ ഇറങ്ങിയത്. ഇപ്പോഴല്ലേ ഇറങ്ങിയത്. പൊന്നു ഉറക്കുവാ. എന്തി എല്ലാരും? ആയോ? ചോറും കറിക്കായോ? എന്നിട്ട് വേണം രാത്രിക്കത്തേക്കല്ലേ? എന്നാ ആയിക്കോട്ടെ കേട്ടോ. ഇനി കാട്ടിക്കൂടി കേട്ടോ നടക്കാൻ പോന്നേ. ഇവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ചേട്ടായുടെ ഒക്കെ തറവാട് വീട് ഉള്ള സ്ഥലത്തു നിന്ന് 2-2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട്. വണ്ടി ഇവിടെ നിർത്തി. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കൂട് തൂങ്ങിക്കിടക്കുന്ന കണ്ടോ? മുട്ട ഈച്ചയില്ലേ? വിഷമുള്ളൊരു സൈസ് ഈച്ചയാണെന്നാ ചേട്ടായി പറഞ്ഞ്. കൂടെ ഇളകിയാൽ വന്ന് പറന്ന് കുത്തുമായിരിക്കും അല്ലേ? അല്ല, നിങ്ങളും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാവണ്ടേ? ചേട്ടയുടെ അനിയൻ്റെ മോനും മോൻ്റെ കൂട്ടുകാരനും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. പട്ടിയും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ ഒരു വീട്ടിലെയാണ്. കാട്ടിക്കൂടി ഇങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നല്ല രസമുള്ള സ്ഥലമല്ലേ? കുറേ വീടുകളൊക്കെ ഒഴിവാക്കി വിട്ടു. മാന് മാനിനെ നമുക്ക് അവിടെ നിന്ന് തന്നെ എപ്പോഴും കാണുന്നതല്ലേ?
കുറേ വീട്ടിൽ ആളൊന്നും ഇല്ലല്ലേ? ആ, ഇത്രയും ദൂരം നമ്മൾ കാട്ടിക്കൂടെ ഇങ്ങോട്ട് വന്നതേ. ഇവിടെ ഒരു ഏറുമാടമുണ്ട്, ഇവിടെ ഒരു വയലാട്ടോ. പക്ഷെ കൃഷിയൊന്നും ചെയ്യുന്നതല്ല, കാടിനുള്ളിലുള്ളൊരു വയലല്ലേ, അതുകൊണ്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ഇവിടെ കൃഷി ചെയ്തതാ, ഇപ്പോൾ ഇവിടെ ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ചു, കൃഷിയൊന്നും ചെയ്യുന്നില്ല. ആനപ്പിണ്ടമല്ലേ? ആനപ്പിണ്ടം കിടപ്പുണ്ട് ഇവിടെ അല്ല. തെങ്ങൊക്കെ കുത്തി മറിച്ചിട്ടുണ്ട്. ഉണ്ടോ തെങ്ങൊക്കെ? ഇതൊക്കെ ആന ചെയ്ത് വെച്ചേക്കുന്ന ഈ തെങ്ങ് ആരൊക്കെയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. തെങ്ങും ഇവിടെ സോളാറൊക്കെ ഉണ്ടല്ലേ. നല്ലൊരു വീട് നോക്കിക്കേ, ആ ഒരു വീട് കണ്ടോ, നല്ല വീട്. എല്ലാം ഇട്ടിട്ട് ആൾക്കാരെല്ലാം പോയി. ആരും ഇല്ലല്ലേ? കുറേ വീടുകളുണ്ടായിരുന്നില്ലേ ഇവിടെ? പൊളിച്ചോണ്ട് പോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തർ പൊളിച്ചോണ്ട് പോയിട്ടുണ്ട് വീടിൻ്റെ. ഉണ്ടോ എത്ര വീടാ. കോഴിക്കോട് മാവും ചക്കയും കാപ്പി എല്ലാം ഉണ്ട്. കിണർ, കുറേ ചെടികളും പൂക്കളും. ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ കട്ടിലൊക്കെ ഉണ്ട്. എന്തൊക്കെയോ പാത്രമൊക്കെ ഉണ്ടല്ലോ. അടുപ്പ്, പാത്രം, കട്ടില്. മതി വാ. അതിനകത്തൊരു പഴമുണ്ടോ അവിടെ? അതിനകത്തൊരു പഴമുണ്ട് സീതാപ്പഴം. ആ ഒരു വീടൊക്കെ മൊത്തം പൊളിച്ചെടുത്തോണ്ട് പോയതല്ലേ. നല്ല വീടില്ലേടേ. കുടിയൊഴിപ്പിച്ച് വിട്ടു എങ്കിലും ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ കാപ്പിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പശുവിനെ തീറ്റാനൊക്കെ ആൾക്കാരൊക്കെ പകൽ സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവും. ഞാനീ നിന്ന വശത്തുനിന്ന് മുകളിലേക്കൊക്കെ ആയിട്ട് കുറേ വീടുകളുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമായിരുന്നു കേട്ടോ. ഇനിയിപ്പം പങ്കളം ഓർമ്മകളിൽ മാത്രം. പോകാനുണ്ടോ? ആണോ? ആ, അവിടെ ഇപ്പൊ ആരും താമസമില്ലല്ലേ? ആ, കാപ്പി പറിക്കാനൊക്കെ പോകുന്നല്ലേ? ഞങ്ങൾ സൂര്യാസ്തമയം കാണാൻ വേണ്ടി പോകുക. അണക്കെട്ടിൻ്റെ വശത്തേക്ക് എത്തണം, എന്നാലിങ്ങനെ വെള്ളത്തിലേക്ക് താണു പോകുന്ന പോലെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. പക്ഷേ അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ല, അതിന് മുമ്പേ സൂര്യനൊക്കെ അസ്തമിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ കണ്ണെത്താ ദൂരത്ത് വയലാണ്. നമ്മൾ ഒരുപാട് നടക്കണം അങ്ങേ അറ്റത്തൊന്ന് എത്തണമെങ്കിൽ. അവൻ്റെ വീഡിയോ ഉണ്ടോ? ആ താണത് ലൈൻ കമ്പിയിലും മരത്തേലും എല്ലാം നിറച്ച് കിളികൾ, എല്ലാം കരച്ചിലും ബഹളും. ആ ഒരു മരത്തെ കണ്ട നിറയെ കിളികൾ. ഇവിടെ
സൂര്യൻ അസ്തമിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരണമായിരുന്നു. ഇവിടെ വരുവാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനിയത് വേറൊരു ദിവസം എടുക്കാം, ഇപ്പോൾ നടന്നില്ല. അണക്കെട്ട് കേട്ടോ. ചേട്ടായി പോകുന്ന ആ വശത്തൂടെ നടന്നിട്ട് എന്താ പറ്റിയ കാലയിൽ കേൾക്കത്തില്ല. അങ്ങനെ നടന്നത് ആ സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങി താഴോട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് കണ്ണെത്താ ദൂരത്ത് വയലാണ്. അത് കഴിഞ്ഞിവിടെ അണക്കെട്ട്, അണക്കെട്ടിൻ്റെ അപ്പുറവും വയൽ തന്നെയാണ്. വരുക, അവിടെയും വയല. ചാടിക്കിടക്കണം, അല്ല ഞാൻ വെള്ളത്തിൽ കിടക്കും. എൻ്റെ അമ്മേ, ഒന്നും കേൾക്കത്തില്ല ഇവിടുന്ന് പറഞ്ഞാൽ. ഇവിടെ വന്ന് നിൽക്കണമായിരുന്നില്ലേ? നമുക്കിനി ഒരു ദിവസം വരണം എന്തായാലും. കുറച്ച് നേരം. മോട്ടോർ ഷെഡ് ചീപ്പിടുകന്നോ? ഇത് പിന്നെ ഇത് പൊക്കുവോ? ആ, ഈ ഒരു സാധനത്തില് ഇത് അതിങ്ങനെ തിരിക്കുമ്പോ അതിൽ വെള്ളം പോകും, ഇതിന് വെള്ളം കുറയും, എന്നിട്ട് ഈ പലക എടുക്കും. ആ ഒരു ചീപ്പെന്നാ അതിന്റെ സംഭവത്തിന്റെ പേര്. അത് തിരിക്കുമ്പോ എവിടുന്ന് വെള്ളം പോകുന്നു? വെള്ളം പോയി വെള്ളം ഒഴിവാകും. അന്നേരം ഇതോ? ഇത് ലാസ്റ്റ് പൊക്കും. ആദ്യം ടൈറ്റ് ചെയ്തിട്ടാണ് അത് താഴ്ത്തുക. ഇത് വെള്ളം നിൽക്കാൻ വേണ്ടി വേനൽക്കാലം വർഷക്കാലം വരുമ്പോൾ ഇതെല്ലാം പൊക്കും. ചേട്ടായി സ്കൂളിൽ പോയ വഴിയാണ്. പാടത്തൂടെ വന്നാൽ ഇതിലേ കയറി അക്കരെ കടന്നു പോകും അല്ലേ? ബസ്സില്ല, ഇപ്പോൾ ബസ്സുണ്ട്, അന്ന് ബസ്സില്ല. ഇവിടൊക്കെ ഒരുപാട് സ്ഥലത്തും കൃഷിയുള്ളതാ അല്ലേ? ഒരുപാട് സ്ഥലത്തും കൃഷിയുണ്ട് അല്ലേ? നല്ല പച്ചപ്പാ. വിതച്ചിട്ട് പറിച്ച് നട്ടു അല്ലേ? മറ്റേത് വിതച്ചത് മാത്രം. ഇത് ഇച്ചിരി അകലത്തിൽ ആക്കിയിട്ടുണ്ട്. ഇവിടെ ചീപ്പ് ഇവിടെ എത്ര തടയണ വെച്ചാൽ ആ വെള്ളം അങ്ങോട്ട് എന്നതാ? നാവലുണ്ടോ? മാവല കൊണ്ട് പീപ്പി ഉണ്ടാക്കിയിട്ട് ഊതി കാണിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.